നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി വിജയകുമാരി സോമനാണ്. ടീച്ചർ പ്രശസ്തിയായ അസ്ട്രോളജറും അതോടൊപ്പം തന്നെ ഒരു വാസ്തു കൺസൾട്ടന്റും കൂടിയാണ്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഈശ്വര ചിന്തയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിത്. ഈശ്വര ചിന്തയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാമജപം. നാമജപത്തിന്റെ പ്രാധാന്യവും നമ്മൾ ദിവസവും ചൊല്ലേണ്ട നാമങ്ങൾ ഏതൊക്കെയാണ്, ഇതെ പറ്റിയിട്ടൊക്കെ ടീച്ചർ ഒന്ന് സംസാരിക്കാം. ഈ കലിയുഗ കാലത്തില് നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്, നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സം നമാമി ഹരിംപരം. അതായത് ഓരോ നാമത്തിനും അതിൻ്റെതായ ഉണ്ട്. ഏത് നാമം ജപിച്ചാലും നമ്മൾ അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. നമുക്കിഷ്ടമുള്ള നാമം, ഇഷ്ടമുള്ള ഈശ്വരന്റെ നാമം ജപിക്കാം. സാധാരണ പഠിക്കുന്ന കുട്ടികളൊക്കെ രാവിലെ ഗണപതിയെയും സരസ്വതിയെയും അതുപോലെ ഗുരുക്കന്മാരെയും ഒക്കെ വന്ദിച്ച് വേണം പഠിത്തം ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ രാവിലെ വിഷ്ണു സഹസ്രനാമം എല്ലാവരും ജപിക്കുക. വൈകിട്ട് ലളിതാ സഹസ്രനാമം എല്ലാവരും ജപിക്കുക. അപ്പൊ ഭഗവാന്റെയും ദേവിയുടെയും 1000 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മളുടെ ശാരീരികവും മാനസികവുമായ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ശമിക്കാനും സാധിക്കും. നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാണം കൂടാതെ നമ്മൾ നാമം ജപിക്കണമെന്നാണ്. അത് കൈകൂപ്പുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കൈയ്യ് ജീവാത്മാവും വലത് കൈയ്യ് പരമാത്മാവുമാണ്. അപ്പൊ ജീവാത്മാവിനെ പരമാത്മാവായിട്ട് കൂട്ടിച്ചേർത്ത് ഇരിക്കുന്നതാണെന്നാണ് നമ്മൾ നമസ്കാരം പറയുന്നത്, നമസ്തേ പറയുന്നതെല്ലാം. അതുകൊണ്ട് കൈകൂപ്പുക എന്നത് തന്നെ നാമസങ്കീർത്തനത്തിന്റെ ഒരു വശമാണ്. അപ്പൊ അങ്ങനെ കൈകൂപ്പി നാമം ജപിക്കുക. നമ്മൾ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട നാമങ്ങള് അത് ഏതൊക്കെയാണെന്ന് എന്നും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വൈകിട്ട് ലളിതാ സഹസ്രനാമം. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെ, വിളക്ക് തന്നെ. അപ്പൊ വീടിന് ഐശ്വര്യവും അതുപോലെ സമ്പൽ സമൃദ്ധിയും മക്കൾക്ക് ഉന്നതിയും എല്ലാം ഉണ്ടാക്കി തരാനായിട്ട് അമ്മമാർ ജപിക്കുന്ന നാമജപം ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ വഴിപാടുകൾ കഴിക്കണം എങ്കിൽ പോലും നാമാർച്ചനയിലൂടെ വില്ലുപത്രം, അതായത് നമ്മുടെ ശിവഭഗവാനായിട്ട് വില്ലുപത്രം അർച്ചന നടത്തുക. അതുപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകാനായിട്ട് വേണ്ടത്. നാമജപവുമായി ബന്ധപ്പെട്ട് ടീച്ചർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാമജപം എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കും, വൈകിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കും. അതുകൂടാതെ ഓം പ്രണവമന്ത്രം ഇത് ദിവസവും ജപിക്കും. അതുപോലെ ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതൊരു 36 തവണയെങ്കിലും ഞാൻ ജപിക്കാറുണ്ട്. അത് എന്നെ ഒത്തിരി എനർജി എനിക്ക് കിട്ടുന്നുണ്ട് നാമജപത്തിലൂടെ. അതുപോലെ തന്നെ നമുക്കൊരു രോഗശമനം, അതായത് എന്ത് രോഗം വന്നാലും ഞാൻ നാമജപം നിർത്താറില്ല. ഒരു ദിവസവും നാരായണീയം വായിക്കുന്നുണ്ട്. അപ്പൊ നാരായണീയത്തിലൂടെ നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം അസ്മിൻ പരാത്മന്നുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാവിത പത്മയോനിഹി അനന്ത ഭൂമാമരോഗരാശിം ഇരുന്ധിവാൽബാലയവാസ വിഷ്ണു. അപ്പൊ ഇത് ദിവസവും എത്ര പ്രാവശ്യം ജപിച്ചാലും നമ്മൾ ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇതിനൊന്നും പ്രത്യേക സമയം തിരഞ്ഞെടുക്കാറില്ല. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ജപിക്കുന്നത്. അതുകൊണ്ട് എനിക്ക്
ഒത്തിരി രോഗശമനത്തിനും അതുപോലെ തന്നെ മാനസികമായ സന്തോഷത്തിനും എൻ്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും എല്ലാം എൻ്റെ മക്കളുടെ ഉന്നതിക്കും എല്ലാം കാരണമായിട്ടുണ്ട്. ഞാൻ ഭഗവാനോട് മറ്റൊന്നും ചോദിക്കാറില്ല. ഭഗവത് ഭക്തി ഉണ്ടാക്കി തരണേ, ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. വേറെ ഒരു കാര്യവും ഞാൻ ചോദിക്കാറില്ല. എനിക്ക് അതാത് സമയങ്ങളിൽ ഭഗവാൻ വേണ്ട രീതിയിൽ ഭഗവാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭഗവാനെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി നമ്മൾ ഭഗവാൻ നമ്മുടെ ഉള്ളില് മനസ്സാകുന്ന ശ്രീകോവിലില് ഇരുത്തുക. അപ്പോൾ നമുക്ക് ആരുമില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വേണ്ട. ഭഗവാൻ എപ്പോഴും നമ്മളെ നേർവഴിക്ക് നടത്താനായിട്ട് ഉണ്ട് എന്നുള്ള ഒരു ഇതോടുകൂടി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്കും ഇത് തന്നെയെല്ലാം പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ കൊണ്ട് നാമജപം കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് അമ്മമാര് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നിത്യജീവിതത്തിലെ ഈശ്വര ചിന്തയും നാമജപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ നമ്മളോട് സംസാരിച്ചത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.